Welcome to the class. Indian Contract Act 1872 എന്നുള്ള വീഡിയോ സീരീസിലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോയേഴ്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിനു തൊട്ട് മുമ്പുണ്ടായിരുന്ന വീഡിയോയിൽ ഫ്രീ കൺസെന്റിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഇല്ലേ? നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾ പോയി കാണണം, എന്നാലേ നമുക്ക് അടുത്ത വീഡിയോസ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം എന്താണ് ഫ്രീ കൺസെന്റ് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം. ഫ്രീ കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിന്റെ വൺ ഓഫ് ദ എസെൻഷ്യൽ എലമെന്റ് ആണ് ഫോർ മേക്കിംഗ് ഇറ്റ് വാലിഡ്. ഓക്കെ, അപ്പോൾ ഫ്രീ കൺസെന്റ് എന്താണ്? അതായത് പാർട്ടീസ് ടു ദ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടീസ് മിനിമം ഉണ്ടാവുമല്ലോ. ആ രണ്ട് പാർട്ടീസും വളരെ ഫ്രീ ആയിട്ട് പെർമിറ്റ് ചെയ്തിട്ടാവണം ഒരു കോൺട്രാക്ട് എൻറ്റർ ചെയ്യുന്നത്. അതായത് അവർ രണ്ടുപേരും പരസ്പരം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ഒരു ഫ്രീ വില്ലോട് കൂടിയിട്ടാവണം കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കതിന് ഫ്രീ കൺസെന്റ് എന്ന് പറയാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോ കോൺട്രാക്ട് ആക്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് 5 സിറ്റുവേഷൻസിനെ പറ്റിയിട്ട്. ഈ 5 സിറ്റുവേഷൻസിലും ഒരു കോൺട്രാക്റ്റിൽ ഫ്രീ കൺസെന്റ് ഉള്ളതായിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ പറയുന്ന 5 സാഹചര്യങ്ങളിൽ ആദ്യത്തേതാണ് കോയേർഷൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോണത് എന്താണ് കോയേർഷൻ. കോയേർഷൻ മൂലമാണ് ഒരാൾ കോൺട്രാക്റ്റിന് കൺസെന്റ് ചെയ്യണത് എങ്കിൽ എന്തായിരിക്കും അതിന്റെ ഇഫക്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കോയേർഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഏതു തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് കോയേർഷൻ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, യെസ്, കോയേർഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാവുന്നത് ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്തുമ്പോഴാണ്. ഓക്കെ, പക്ഷേ നമ്മൾ കോയേർഷൻ എന്ന് വിളിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഭയപ്പെടുത്തൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാവണം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താ പറയണത്? a party commits or threatens. അപ്പോ നമ്മളൊരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എ ബി രണ്ട് പാർട്ടീസ് ഉണ്ട്. ഓക്കെ, എയുടെ ആഗ്രഹമാണ് ബി ആ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യണം എന്നുള്ളത്. പക്ഷെ സത്യം പറഞ്ഞാൽ ബി സമ്മതിക്കില്ല. കാരണം ശരിക്കും ഈ കോൺട്രാക്റ്റിലെ ടേംസ് ബിക്ക് ഫേവറബിൾ ആയിട്ടല്ല. പക്ഷെ എക്ക് ബി കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യണം, ബി സൈൻ ചെയ്യണം എന്ന് നിർബന്ധമാണ്. സത്യം പറഞ്ഞാൽ ബി സൈൻ ചെയ്യില്ല. അപ്പൊ പിന്നെ എന്താണ് വഴി? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഹി ഈസ് അപ്ലൈയിങ് കോയേർഷൻ. എങ്ങനെയാണ് കോയേർഷൻ അപ്ലൈ ചെയ്യുക? മര്യാദക്കൊന്നും പറഞ്ഞാൽ ബി കേൾക്കില്ല. അപ്പൊ എ എന്താ ചെയ്യുക? എ ബിയുടെ മുകളിൽ ഒരു ഫിസിക്കൽ ഫോഴ്സ് പ്രയോഗിക്കണം. അതായത് ബിയെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിട്ടു. ഇങ്ങനെയാവാം. ഈ കമ്മിറ്റ്സ് ത്രെട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ ആവാം അല്ലെങ്കിൽ ഒരു ഡിറ്റൻഷൻ ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരാളെ അടിച്ച് സമ്മതിപ്പിക്കാം, അല്ലെങ്കിൽ അയാളെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് പറയാണ് നിങ്ങളെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല നിങ്ങൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തില്ലെങ്കിൽ. ഇനിയിപ്പോൾ മുറിക്കുള്ളിൽ, ഒരു ചെറിയ മുറിക്കുള്ളിൽ തന്നെ അടച്ചിടണം നിർബന്ധമൊന്നുമില്ല. അയാളെ ഏതെങ്കിലും ഒരു വീട്ടിൽ അടച്ചിട്ടു, ആ വീട്ടിൽ നിന്ന് അയാൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിൽ അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്തു. എന്തിനാണ് ഇത് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും അയാൾ പേടിച്ചിട്ട് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാം എന്ന് സമ്മതിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പൊ നമ്മളൊരു ആക്ഷൻ ചെയ്യാണ്. അത് ശരിക്കും ശരീരത്തിൽ മുറിവേൽപ്പിക്കണം എന്നൊന്നുമില്ല. പക്ഷെ അയാളെ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ ഒരാൾ ചെയ്യുകയാണെങ്കിൽ, ഇനി അഥവാ അങ്ങനെ ചെയ്തില്ലെങ്കിലും ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയാലും മതി. അതായത് എ ഒരു തോക്ക് കാണിക്കുകയാണ്, എന്നിട്ട് ബിയോട് പറയണം നീ സൈൻ ചെയ്തില്ലെങ്കിൽ ഞാനിപ്പോ വെടിവെക്കും. പക്ഷേ ഈ തോക്ക് കാണിക്കുമ്പോൾ ബി പേടിക്കണം. അതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഇപ്പൊ ബി പേടിച്ചില്ല എന്ന് വിചാരിക്കുക, അപ്പൊ കോയേർഷൻ ഉണ്ടാവില്ല. പേടിച്ചിട്ട് ബി സമ്മതിക്കണം. അപ്പൊ കാണിക്കുന്ന തോക്ക് സത്യത്തിൽ ഒരു കളിത്തോക്കാണെങ്കിൽ പോലും അത് കോയേർഷൻ ആവും. കാരണം ബി പേടിച്ചുവോ ഇല്ലയോ എന്നതാണ് പ്രധാനം. മനസ്സിലായില്ലേ? അപ്പോ ഐദർ യു ആർ ഡൂയിങ് ആൻ ആക്ട് ഓർ യു ആർ ത്രെട്ടനിങ് ടു ഡു ആൻ ആക്ട്. ഓക്കെ, ഇനി അടുത്തതോ? അങ്ങനെ ചെയ്യുന്ന ആക്ഷൻസ് എല്ലാതും ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്ത ഒരു ആക്ഷൻ ആയിരിക്കണം.
ചെയ്യുന്നതോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് തന്നെയായാലും ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം, ഇന്ത്യൻ പീനൽ കോഡ് എല്ലാവർക്കും അറിയാലോ, ഇന്ത്യയുടെ ബേസിക് ക്രിമിനൽ കോഡാണത്. അപ്പൊ അതിൽ ഒരു കുറ്റമാണ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയാൽ മാത്രമേ അത് കൊയേർഷൻ ആവുകയും ഉള്ളൂ. അതായത് ഇപ്പോ ഒരമ്മ മകനോട് പറയാണ്, ചെറിയ കുട്ടിയാണ്, നീ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ നിനക്ക് ഭക്ഷണം തരില്ല എന്ന് പറയണം. ഇത് ഇന്ത്യൻ പീനൽ കോഡ് പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു ക്രൈമൊന്നുമല്ല, അല്ലെ? അതുകൊണ്ട് തന്നെ അത് കൊയേർഷനുമല്ല. ഇപ്പോ ഒരു ടീച്ചർ സ്റ്റുഡന്റിനെ ഭീഷണിപ്പെടുത്തി, മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. അത് IPC പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു ക്രൈം അല്ലാത്തത് കൊണ്ട് അത് കൊയേർഷനും അല്ല. ഓക്കെ, ഇനി അടുത്തത് എന്താ നോക്കാം. പേഴ്സൺ ഓർ പ്രോപ്പർട്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കൺസെന്റ് കിട്ടാൻ വേണ്ടി മറ്റൊരാളെ ഭയപ്പെടുത്തുക എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടി നമ്മൾ അയാളുടെ ശരീരത്തിൽ തന്നെ ആവണം ബലം പ്രയോഗിക്കുന്നത് എന്ന് നിർബന്ധമില്ല. അയാളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിലും ആവാം. ഇപ്പോ ബിയുടെ വീട്ടിൽ ചെന്നിട്ട് പറയണ, പുതിയ വീടാണ്, എന്റെ കയ്യിലൊരു ബോംബുണ്ട്, നീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തില്ലെങ്കിൽ ബോംബ് പൊട്ടി വീടൊക്കെ കേടുവരും, വീടൊക്കെ നശിച്ചു പോകും. അല്ലെങ്കിൽ ബിയുടെ കാറിന്റെ മുകളിൽ മുഴുവൻ പെട്രോൾ ഒഴിച്ചു എന്നിട്ട് പറയണ, ഞാനിപ്പോ തീ കത്തിക്കും, നീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തില്ലെങ്കിൽ. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോപ്പർട്ടി, അതായത് പ്രോപ്പർട്ടി നശിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടോ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിച്ചാലും അത് കൊയേർഷൻ ആണ്. ഇനിയോ ഇത്തരത്തിലുള്ള കൊയേർഷൻ, ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, ഈ ഭയം ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം. അങ്ങനെ ഭയം ഉണ്ടാക്കാൻ നിങ്ങൾ അയാളുടെ ശരീരത്തിൽ ബലം പ്രയോഗിക്കാം, അയാളുടെ പ്രോപ്പർട്ടിയിൽ ബലം പ്രയോഗിക്കാം, അയാളുടെ ബന്ധുക്കളായിട്ടുള്ള, അയാൾക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള മറ്റുള്ളവരുടെ ദേഹത്ത് ബലം പ്രയോഗിച്ചാലും മതി. അയാളുടെ മകനെയോ മകളെയോ തട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനെയോ തട്ടിക്കൊണ്ടുപോവുകയോ അങ്ങനെയല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടോ ഒക്കെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിക്കാം. ഇതൊക്കെയും കൊയേർഷൻ ആണ്. ഇത്തരത്തിലുള്ള കൊയേർഷൻ ചെയ്യുന്നത് ഈ കോൺട്രാക്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എയും ബിയുമാണ് നമ്മളുടെ കേസിൽ കോൺട്രാക്ടിങ് പാർട്ടീസ്. അതിൽ എ ആണ് ബിയെ ഭീഷണിപ്പെടുത്തുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കാര്യം എ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ല. കാരണം എ വീക്ക് ആയിട്ടുള്ള ഒരാളാണ്, അയാളെ കൊണ്ട് കൂട്ടിയാൽ ബിയെ ഭീഷണിപ്പെടുത്താനൊന്നും പറ്റില്ല. അപ്പൊ എ എന്താ ചെയ്യണത്, അയാൾ കൊട്ടേഷൻ ആളെ വെച്ചു. ഈ കൊട്ടേഷൻകാർക്ക് കോൺട്രാക്റ്റുമായി ഒരു ബന്ധവുമില്ല. പക്ഷെ കൊട്ടേഷൻകാർ ഭീഷണിപ്പെടുത്തിയിട്ട് ബിയുടെ കൺസെന്റ് എ വാങ്ങിക്കുകയാണെങ്കിൽ അതും കൊയേർഷൻ ആണ്. മനസ്സിലായില്ലേ? ഇവരെ തേർഡ് പാർട്ടി ക്യാൻ കമ്മിറ്റ് കൊയേർഷൻ. ഓക്കെ, ഇനിയോ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ടല്ലോ, എൻ്റയർ പ്രൊസീജിയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭയം ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം. ഈ പേടിപ്പിച്ച് ഒരാളെ കൊണ്ട് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിക്കണം. ആ പേടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ അയാൾക്ക് പ്രിയപ്പെട്ടവരുടെ ദേഹത്തോ അയാളുടെ പ്രോപ്പർട്ടിയിലോ അയാൾക്ക് പ്രിയപ്പെട്ടവരുടെ പ്രോപ്പർട്ടിയിലോ അവനവൻ നേരിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ മുഖാന്തരോ ബലം പ്രയോഗിക്കുകയും ഭയം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഈ കൊയേർഷൻ എന്ന് പറയുന്ന സാഹചര്യത്തിന്റെ പ്രത്യേകത. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതൊന്നുമല്ല. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇതൊക്കെയും ഇൻഡിപെൻഡന്റ്ലി ക്രൈമാണ്, അല്ലെ? ഇതൊക്കെ ക്രൈം മാത്രമായി നിലനിൽക്കും എപ്പോ ഇത് ചെയ്തത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിക്കാൻ അല്ലെങ്കിൽ കോൺട്രാക്റ്റിന് അയാളുടെ കൺസെന്റ് കിട്ടാൻ വേണ്ടി അല്ല ചെയ്തതെങ്കിൽ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അയാളുടെ കൺസെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൊയേർഷൻ എന്ന് പറയുക. മനസ്സിലായില്ലേ? അപ്പോ ഈ കൊയേർഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ശിക്ഷാർഹമാണ്, അയാൾക്ക് ശിക്ഷ കിട്ടുകയും ചെയ്യും. പക്ഷേ ആ കാര്യം ഒരു കോൺട്രാക്റ്റിന് വേണ്ടി ചെയ്താൽ കോൺട്രാക്ട് ലോ പ്രകാരം അതിനെ കൊയേർഷൻ എന്ന് വിളിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് കൊയേർഷൻ? ശാരീരികമായ ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബലം പ്രയോഗിക്കും എന്ന ഭീഷണിയിലൂടെ ഒരു ഭയം മറ്റൊരാളിൽ ഉണ്ടാക്കുകയും ആ ഭയം മൂലം അയാൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുകയും ചെയ്താൽ അതിനെയാണ് കൊയേർഷൻ എന്ന് പറയുക. ഇനി ഇത്തരത്തിൽ കൊയേർഷൻ മൂലം ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഫലം? ഇഫക്റ്റ് ഓഫ് കൊയേർഷൻ ഓൺ കോൺട്രാക്ട്. യെസ്, കോൺട്രാക്ട് വിൽ ബിക്കം വോയിഡബിൾ. വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മറ്റൊരു വീഡിയോയിൽ പലതരത്തിലുള്ള കോൺട്രാക്റ്റുകളെ കുറിച്ച് സംസാരിക്കാം. ഇപ്പൊ വോയിഡബിൾ കോൺട്രാക്ട് എന്താണെന്ന് പറയാം. ഭീഷണിപ്പെടുത്തി കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ അയാൾ അതിന് ശേഷവും പേടിച്ചിട്ട് ഈ കാര്യം പുറത്ത് ആരോടും പറയില്ല.
അതുകൊണ്ട് തന്നെ പബ്ലിക്കിനെ സംബന്ധിച്ച് ഈ കോൺട്രാക്ട് വാലിഡ് ആയിരിക്കും. കാരണം പേടിപ്പിച്ചിട്ടാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിച്ചതെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഈ കോൺട്രാക്ട് വാലിഡ് ആയിരിക്കും. എന്നാൽ ഏതെങ്കിലും സമയത്ത് അയാൾക്ക് ഈ പേടി ഇല്ലാതെ ആവുമ്പോൾ അയാൾ പുറത്തു പറയുമല്ലോ. അങ്ങനെ പുറത്തു പറഞ്ഞാൽ എപ്പോഴെങ്കിലും അയാൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്താൽ അപ്പോൾ മുതൽ ഈ കോൺട്രാക്ട് വോയിഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ ഈ കൊയേർഷൻ മൂലം കൺസെന്റ് ചെയ്ത ആള് മിണ്ടാതിരിക്കുകയാണെങ്കിൽ കോൺട്രാക്ട് വാലിഡ് ആയിരിക്കുകയും അയാൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്താൽ കോൺട്രാക്ട് വോയിഡ് ആവുകയും ചെയ്യും. അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതായത് ഈ കോൺട്രാക്ട് വോയിഡ് ആണോ വാലിഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഈ കോൺട്രാക്ടിംഗ് പാർട്ടിയാണ്. ഏത് കോൺട്രാക്ടിംഗ് പാർട്ടിയാണോ കൊയേർഷൻ മൂലം കോൺട്രാക്ടിന് കൺസെന്റ് കൊടുത്തത്. മനസ്സിലായില്ലേ കൊയേർഷൻ എന്താണെന്ന്? ഓക്കെ, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരിക്കൽ കാണാം. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണം. I'll be happy to help.